റഷ്യയുടെ കിഴക്കൻ മേഖലയായ കാംചത്ക ഉപദ്വീപിലുണ്ടായ ശക്തമായ ഭൂചലനം ഒരിക്കൽ കൂടി ഭൂമിയുടെ ഭൗമതാർഭാഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനം ഭൂമിയിലെ ഏറ്റവും സജീവമായ ഭൂമേഖലകളിൽ ഒന്നായ പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ ഭാഗമായ കാംചത്കയുടെ ദുർബലത വിളിച്ചോതുന്നു. ഈ ഭൂകമ്പം കേവലം ഒരു പ്രാദേശിക ദുരന്തമല്ല, മറിച്ച് ആഗോളതലത്തിൽ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ വെല്ലുവിളികളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഭൂമിയുടെ ഉപരിതലം വലിയ ശിലാപാളികൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പാളികൾ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇവ പരസ്പരം ഉരസുകയോ അകന്നു പോവുകയോ കൂട്ടിയിടിക്കുകയോ ചെയ്യുമ്പോൾ വലിയ അളവിൽ ഊർജം പുറത്തുവിടും. ഈ ഊർജമാണ് ഭൂചലനങ്ങളായി നാം അനുഭവിക്കുന്നത്. കാംചത്ക ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്ന പസഫിക് ഓഗോട്സ് ശിലാപാളികളുടെ അതിർത്തിയിലാണ്. പസഫിക് ശിലാപാളി വർഷത്തിൽ ഏകദേശം 8-10 സെന്റിമീറ്റർ വേഗത്തിൽ ഈ പാളിയുടെ അടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രക്രിയയെ സബ്ഡക്ഷൻ എന്നാണ് വിളിക്കുന്നത്. രണ്ട് പാളികൾ തമ്മിൽ ഉരസുമ്പോൾ വലിയ അളവിൽ സമ്മർദ്ദം അടിഞ്ഞുകൂടുന്നു. ഈ സമ്മർദ്ദം താങ്ങാനാവാതെ വരുമ്പോൾ പെട്ടെന്ന് ഊർജം പുറത്തേക്ക് വിടുകയും അത് ശക്തമായ ഭൂകമ്പങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. കാംചത്കയിലുണ്ടായ ഭൂചലനത്തിന്റെ പ്രധാന കാരണം ഈ സബ്ഡക്ഷൻ പ്രക്രിയയാണ്.